എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും തുടങ്ങുന്നത് ഒരു പുതിയ അവസരമായാണ്. നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയൊരു ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനെക്കുറിച്ചാണ്. വെറും ശാരീരികമായ ഉണർവല്ല, ജീവിതത്തെ മാറ്റിമറിക്കുന്ന മാനസികമായ ഉണർവിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് എണീക്കുക. കേൾക്കുമ്പോൾ ചിലർക്ക് ഞെട്ടലുണ്ടായേക്കാം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ അളവറ്റതാണ്. ചിട്ടയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ പുലർച്ചെ 4 മണി എന്നത് ഒരു മാന്ത്രിക സമയമാണ്. ഈ സമയം നിശബ്ദമാണ്. തിരക്കുകളില്ല, തടസ്സങ്ങളില്ല, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സമയം. നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തത നൽകാനും ദിവസത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ സമയം സഹായിക്കും. പല വിജയകഥകൾക്ക് പിന്നിലും ഈ രാവിലെ നേരത്തെ ഉണരുമെന്ന ഒരു രഹസ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ, സംരംഭകർ, കലാകാരന്മാർ, നേതാക്കന്മാർ ഇവരെല്ലാം പുലർച്ചെ ഉണർന്ന് അവരുടെ ദിവസത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ പലരും പറയും, എനിക്ക് രാവിലെ ഉണരാൻ ബുദ്ധിമുട്ടാണ്, രാത്രി വൈകി ഉറങ്ങുന്നതാണ് എൻ്റെ ശീലം, രാവിലെ ഉണർന്നാൽ ക്ഷീണം തോന്നും എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങൾ മാറ്റിവെച്ച് ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് ലൈഫിനെ മാറ്റിമറിക്കും. തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ നമ്മുടെ ശരീരം വളരെ വേഗം പുതിയ ശീലങ്ങളുമായി ഇണങ്ങിച്ചേരും. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങളുടെ ശരീരവും മനസ്സും ഇത്തരം ശീലങ്ങളോട് വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരും. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങൾക്കും പുതിയ ഊർജ്ജസ്വലതയോടെ ഉണരാൻ കഴിയും. ഈ ശീലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുലർച്ചെ ഉണരുമ്പോൾ സമയം കൂടുതൽ ലഭിക്കും. ഈ സമയം പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാനോ, പുതിയൊരു ഭാഷ പഠിക്കാനോ ഈ സമയം ഉപയോഗിക്കാം. തലച്ചോറിന് ഏറ്റവും ഉന്മേഷമുള്ള സമയമാണിത്. രണ്ടാമതായി വ്യായാമം ചെയ്യുന്നതാണ്. വ്യായാമം, ധ്യാനം, യോഗ. ദിവസം തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് സമയം വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷം നൽകും. ഇത് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഊർജ്ജമാണ് നമുക്ക് സമ്മാനിക്കുക. മൂന്നാമത്തേതായി ദിവസത്തെ ആസൂത്രണം ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, കൂടിക്കാഴ്ചകൾ എല്ലാം രാവിലെ തന്നെ ചിട്ടപ്പെടുത്തുന്നത് ഒരു ദിവസം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കും. നാലാമതായി ഹോബികൾക്കും പാഷനുകൾക്കും സമയം കണ്ടെത്താം. തിരക്കുള്ള ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നാം സ്വയം തയ്യാറാകണം. പുലർച്ചെയുള്ള ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എഴുതാനും വരയ്ക്കാനും സംഗീതം അഭ്യസിക്കാനും ഈ സമയം നല്ലതാണ്. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് താനും. അഞ്ചാമതായി കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഈ സമയം ചെലവഴിക്കുന്നത് നമുക്ക് വളരെ ഗുണം ചെയ്യും. സാധാരണ തിരക്കിട്ട ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. രാവിലെ കുറച്ച് സമയം അവരുമായി ചെലവഴിക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. പുലർച്ചെ ഉണരുന്നത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും. ദിവസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുതരം ആത്മവിശ്വാസം കൈവരും. അത് നിങ്ങളുടെ ജോലി സ്ഥലത്തും പ്രതിഫലിക്കും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവും ക്രിയാത്മകവും ഊർജ്ജസ്വലനുമായി മാറും. നിങ്ങളുടെ ജോലിയെ കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കും. പലരും രാവിലെ തിരക്കിട്ടെല്ലാം ചെയ്യുന്നത് കാണാം. കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഇങ്ങനെയെല്ലാം ഒരുതരം ഓട്ടപ്പാച്ചിലാണ് ചെയ്യുക. ഇത് പലപ്പോഴും സ്ട്രെസ്സിനും ടെൻഷനും വഴിവെക്കും. എന്നാൽ പുലർച്ചെ ഉണരുന്ന ഒരാൾക്ക് ഈ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അവർക്ക് ശാന്തമായി ഓരോ കാര്യങ്ങൾ ചെയ്യാനും ദിവസത്തെ ഒരുക്കങ്ങളെല്ലാം ആസ്വദിക്കാനും സാധിക്കും. പുലർച്ചെ ഉണരുന്നത് വെറുമൊരു ശീലമല്ല, അതൊരു ജീവിതശൈലിയാണ്. അത് നിങ്ങളുടെ ലക്ഷ്യത്തേക്കുള്ള വഴി എളുപ്പമാക്കുകയാണ് ചെയ്യുക. സ്വയം തിരിച്ചറിയാനും ജീവിതത്തെ നിങ്ങളുടെ വരുതിയിലാക്കാനും ഈ ശീലം സഹായിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പുലർച്ചെ ഉണരുന്നതിനൊപ്പം കൃത്യമായ ഉറക്കവും അത്യാവശ്യമാണ്. രാത്രി നേരത്തെ ഉറങ്ങുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സാധാരണയായി 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ഒരു ശരാശരി വ്യക്തിക്ക് ആവശ്യമാണ്. രാത്രി 9 അല്ലെങ്കിൽ 10 മണിയോടെ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുലർച്ചെ 4 മണിക്ക് ഉണരാൻ സാധിക്കും. തുടക്കത്തിൽ അലാറം അടിച്ചാൽ ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങാൻ തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരമൊരു ചിന്ത വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ പുലർച്ചെ ഉണരുന്നതെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവയൊക്കെ സ്വന്തമാക്കണമെങ്കിൽ നേരത്തെ എണീക്കണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ എണീക്കുക. ഉണർന്നാലുടൻ മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് ഉറക്കച്ചടവ് മാറ്റാൻ സഹായിക്കും. ചെറിയൊരു നടത്തം അല്ലെങ്കിൽ ചെറിയ വ്യായാമം ഉറക്കക്ഷീണം മാറ്റാൻ സഹായിക്കും.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക, ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ശീലം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാക്കും. ഓർക്കുക, നിങ്ങൾ ഉണരുന്ന ഓരോ പുലർച്ചയും നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം നേടുകയാണ്. പുലർച്ചെ 4 മണിക്ക് ഉണരുക എന്നത് കേവലം ഒരു സമയമാറ്റമല്ല, അതൊരു ജീവിത രീതി മാറ്റമാണ്. അത് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കും. ഇന്ന് തന്നെ ഇത് തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനം ഇതായിരിക്കും. നിങ്ങൾ തയ്യാറാണോ എന്ന് സ്വന്തം മനസ്സിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്ര മിനിറ്റ് ഉണ്ട്?